രാജ്യത്തിന്റെ തലസ്ഥാനത്ത് പത്രക്കാരെ വിളിച്ചുപോട്ട് മതമൈത്രിയുടെ നാടായ മലപ്പുറത്ത് ജനതക്കെതിരെ വർഗീയതയുടെ ചാപ്പകുത്തി അഭിമുഖം നടത്തിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ മലപ്പുറത്തിനോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന SP ഓഫീസിലേക്കുള്ള മാർച്ചാണ് ഈ മലപ്പുറത്തിന്റെ രാജ്യവീതിയിലൂടെ സമരത്തിന്റെ കാഹളങ്ങൾ മുഴക്കി മലപ്പുറത്ത് ഹരിത വിപ്ലവ പടനായകന്മാർ ഈ വാഹനത്തിന്റെ പുറകിൽ കടന്നു വരുന്നത് പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന SP ഓഫീസിലേക്കുള്ള മാർച്ചാണ് ഈ വാഹനത്തിന്റെ പുറകിൽ കടന്നു വരുന്നത് പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ. കേരളത്തിലെ അഴിഞ്ഞാട്ടങ്ങളും അക്രമരഹിതമായ പോലീസിന്റെ നടപടികളും RSSന് കൂട്ടുപിടിക്കുന്ന പോലീസിന്റെ തെമ്മാടിത്തരവും അത് കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് SP ഓഫീസിലേക്ക് മാർച്ചുമായി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ. ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ അമരക്കാരന്മാരുടെ നേതൃത്വത്തിൽ ഈ വാഹനത്തിന്റെ പുറകിൽ സമരത്തിന്റെ കാഹളങ്ങൾ മുഴങ്ങി കടന്നു വരികയാണ് പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ. RSSന് ഓരം ചേർന്ന് BJPയെ സുഖിപ്പിക്കാൻ മടിയില്ലാത്ത പിണറായി ഒന്ന് പറഞ്ഞിടാൻ പിണറായിക്ക് CM പദവി സ്ത്രീധനമായി കിട്ടിയതല്ല, കേരള ജനതയെ ഭിന്നിപ്പിക്കാൻ ഈ മലപ്പുറത്ത് മതസൗഹാർദ്ദത്തോട് അന്തരീക്ഷത്തോടെ ജീവിക്കുമ്പോൾ ആ ജില്ലയെ നോക്കി കൊഞ്ചനം കുത്താൻ മുഖ്യമന്ത്രി കാണിക്കുമ്പോൾ അതിൽ കേന്ദ്രപൂർവ്വം മാപ്പ് പറഞ്ഞ് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തുടരാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന SP ഓഫീസിലേക്കുള്ള മാർച്ചാണ് ഈ വാഹനത്തിന്റെ പുറകിൽ കടന്നു വരുന്നത് പ്രിയമുള്ളവരെ. ഈ സമരത്തിന്റെ കാഹളങ്ങൾ മുഴക്കി ഈ മലപ്പുറത്തിന്റെ രാജ്യവീതിയിലൂടെ കടന്നു വരികയാണ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന SP ഓഫീസിലേക്കുള്ള മാർച്ചാണ് ഈ വാഹനത്തിന്റെ പുറകിൽ കടന്നു വരുന്നത് പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ. പിണറായി ഭരിക്കുന്ന കേരളനാടിൽ കാക്കിയണഞ്ഞ ക്രിമിനലുകളും പോലീസിന്റെ തലപ്പത്ത് തൊപ്പിയണഞ്ഞ് വിലസുമ്പോൾ നാട്ടിലെ നിയമം സംരക്ഷിക്കാൻ പാവങ്ങൾക്ക് പരാതി പറയാൻ ഇടമില്ലാത്ത ഗതികേടിലേക്ക് ഈ കേരളനാടിന്റെ ആഭ്യന്തരത്തെ കൈയാളുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അയച്ചുവിടുമ്പോൾ തലസ്ഥാനത്ത് തുടരാൻ താങ്കൾ യോഗ്യമല്ല എന്ന് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ള ക്രിമിനൽ പോലീസ് രാജ് നടപ്പിലാക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ SP ഓഫീസിലേക്കുള്ള മാർച്ചാണ് ഈ വാഹനത്തിന്റെ പുറകിൽ കടന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ. സമരത്തിന്റെ കാഹളങ്ങൾ മുഴക്കി വിപ്ലവത്തിന്റെ സ്വരങ്ങൾ മുഴക്കി ഈ മലപ്പുറത്തിന്റെ രാജ്യവീതികളോട് മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരപടന്മാർ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ. മതേതരത്തോടും മതസൗഹാർദ്ദത്തോടും ജീവിക്കുന്ന ഈ മലപ്പുറത്തിന്റെ മണ്ണിനെ അപമാനിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ മലപ്പുറത്തോട് മാപ്പ് പറയുക. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി മുഴുവൻ പോലീസുകാർക്കും സ്വർണ്ണക്കടത്തുകാർക്കും കൂട്ടുനിൽക്കുന്ന തലസ്ഥാനത്ത് തുടരാൻ അങ്ങ് യോഗ്യമല്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് പറഞ്ഞ് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന SP ഓഫീസിലേക്കുള്ള മാർച്ചാണ് ഈ വാഹനത്തിന്റെ പുറകിൽ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ അധ്യക്ഷൻ ഷെരീഫ് കുറ്റൂരിന്റെയും ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫിന്റെയും നേതൃത്വത്തിലൂടെ ഈ വാഹനത്തിന്റെ പുറകിൽ കടന്നു വരുന്നത് ഈ സമരത്തിൽ പങ്കാളികളാകുക. ഈ സമരത്തിന്റെ വാക്കാകങ്ങൾ മുടക്കി മലപ്പുറത്തിന്റെ രാജ്യവീതിയിലൂടെ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ. വയനാടിന്റെ പേര് പറഞ്ഞ് കള്ളക്കണക്ക് സമർപ്പിച്ച് തീവട്ടിക്കൊള്ള നടത്താൻ വഴിയൊരുക്കുന്ന സർക്കാർ ഇല്ല, നിങ്ങൾക്ക് മാപ്പില്ല. ഈ നാടിന്റെ നിയമം പാലിച്ചു പൊതുജനത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ബാധ്യതയുള്ള പോലീസ് സേനയും ഉദ്യോഗസ്ഥരും നിയമപാലകരെ മറന്ന് നിയമലംഘനം പതിവാക്കുമ്പോൾ അതിനെതിരെ നോക്കി നിൽക്കാൻ മുസ്ലിം യൂത്ത് ലീഗിനാവില്ല എന്ന് ഉച്ചസ്ഥലം ഉദ്ഘോഷിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് കടന്നു വരികയാണ്, SP ഓഫീസിലേക്ക് കടന്നു വരികയാണ്. ഈ ജില്ലയെ
അപമാനിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ജില്ലയോട് മാപ്പ് പറയുക. ഈ കേരളം കൈകാര്യം ചെയ്യുന്ന, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അങ്ങ് ഈ തലസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്ന് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഈ മലപ്പുറത്തെ SP ഓഫീസിലേക്ക് കടന്നു വരികയാണ്. സമരത്തിന്റെ കാഹളങ്ങൾ മുഴക്കി, സമരത്തിന്റെ ധ്വനികൾ മുഴക്കി ഈ മലപ്പുറത്തിന്റെ രാജ്യവീതിയിലൂടെ സമരഭടന്മാർ, ഹരിതന്റെ സമരഭടന്മാർ കടന്നു വരികയാണ്. മുസ്ലിം യൂത്ത് ലീഗ് സിന്ദാബാദ്, SP ഓഫീസർമാർ സിന്ദാബാദ്. പിണറായി ഭരിക്കും കേരള നാട്ടിൽ, പിണറായി ഭരിക്കും കേരള നാട്ടിൽ. കാക്കിയണിഞ്ഞ ക്രിമിനലുകൾ, പോലീസിന്റെ തലപ്പത്ത്, പോലീസിന്റെ തലപ്പത്ത് തൊപ്പിയണിഞ്ഞ് വിലസുമ്പോൾ, തൊപ്പിയണിഞ്ഞ് വിലസുമ്പോൾ നാട്ടിൽ നിയമം സംരക്ഷിക്കാൻ യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, SP ഓഫീസർമാർ സിന്ദാബാദ്, SP ഓഫീസർമാർ സിന്ദാബാദ്. പിണറായി ഭരിക്കും കേരള നാട്ടിൽ, പിണറായി ഭരിക്കും കേരള നാട്ടിൽ. കാക്കി അണിഞ്ഞ ക്രിമിനലുകൾ, കാക്കി അണിഞ്ഞ ക്രിമിനലുകൾ പോലീസിന്റെ തലപ്പത്ത്, പോലീസിന്റെ തലപ്പത്ത് തൊപ്പി അണിഞ്ഞ് വിലസുമ്പോൾ, തൊപ്പി അണിഞ്ഞ് വിലസുമ്പോൾ നാട്ടിൽ നിയമം സംരക്ഷിക്കാൻ, നാട്ടിൽ നിയമം സംരക്ഷിക്കാൻ, നാട്ടിൽ നിയമം സംരക്ഷിക്കാൻ, നാട്ടിൽ നിയമം സംരക്ഷിക്കാൻ, പാവങ്ങൾക്ക് പരാതി പറയാൻ, പാവങ്ങൾക്ക് പരാതി പറയാൻ, പാവങ്ങൾക്ക് പരാതി പറയാൻ, പാവങ്ങൾക്ക് പരാതി പറയാൻ ഇടമില്ലാത്തൊരു നാടായി, ഇടമില്ലാത്തൊരു നാടായേ, ഇടമില്ലാത്തൊരു നാടായി, ഇടമില്ലാത്തൊരു നാടായേ. നമ്മുടെ കേരളം മാറിപ്പോയി, നമ്മുടെ കേരളം മാറിപ്പോയേ, നമ്മുടെ കേരളം മാറിപ്പോയി, നമ്മുടെ കേരളം മാറിപ്പോയേ. ഹലോ മിസ്റ്റർ കേരള മുഖ്യ, ഹലോ മിസ്റ്റർ കേരള മുഖ്യ, ഹലോ മിസ്റ്റർ കേരള മുഖ്യ, ഹലോ മിസ്റ്റർ കേരള മുഖ്യ. RSS ഏജന്റ്, RSS ഏജന്റ്, RSS ഏജന്റ്, RSS ഏജന്റ്. അങ്ങീ നാടിന് അപമാനം, അങ്ങീ നാടിന് അപമാനം, അങ്ങീ നാടിന് അപമാനം. അങ്ങീ നാടിന് അപമാനം. രാജിവെക്കട പോ പുറത്ത്, രാജിവെക്കട പോ പുറത്ത്, രാജിവെക്കട പോ പുറത്ത്. രാജിവെക്കട പോ പുറത്ത്. യൂത്ത് ലീഗ് പറയുന്നേ, യൂത്ത് ലീഗ് പറയുന്നേ, യൂത്ത് ലീഗ് പറയുന്നേ. യൂത്ത് ലീഗ് പറയുന്നേ. RSS പദ്ധതികൾ, RSS പദ്ധതികൾ, RSS പദ്ധതികൾ RSS പദ്ധതികൾ നടപ്പിലാക്കും ഏജൻസികളായി, നടപ്പിലാക്കും ഏജൻസികളെ, നടപ്പിലാക്കും ഏജൻസികളായി, നടപ്പിലാക്കും ഏജൻസികളെ. ഭരണകൂടം മാറുമ്പോൾ, ഭരണകൂടം മാറുമ്പോൾ, ഭരണകൂടം മാറുമ്പോൾ ഭരണകൂടം മാറുമ്പോൾ അവർക്ക് വേണ്ടി കാവലിരിക്കും, അവർക്ക് വേണ്ടി കാവലിരിക്കും, അവർക്ക് വേണ്ടി കാവലിരിക്കും. അവർക്ക് വേണ്ടി കാവലിരിക്കും. നാണം കെട്ടൊരു കേരള മുഖ്യ, നാണം കെട്ടൊരു കേരള മുഖ്യ, നാണം കെട്ടൊരു കേരള മുഖ്യ. നാണം കെട്ടൊരു കേരള മുഖ്യ. അങ്ങീ നാടിന് അപമാനം, അങ്ങീ നാടിന് അപമാനം, അങ്ങീ നാടിന് അപമാനം. അങ്ങീ നാടിന് അപമാനം. ഹലോ മിസ്റ്റർ കേരള മുഖ്യ, ഹലോ മിസ്റ്റർ കേരള മുഖ്യ, ഹലോ മിസ്റ്റർ കേരള മുഖ്യ. മിസ്റ്റർ കേരള മുഖ്യ. ഞങ്ങളെ നിങ്ങൾക്കറിയാമോ, ഞങ്ങളെ നിങ്ങൾക്കറിയാമോ, ഞങ്ങളെ നിങ്ങൾക്കറിയാമോ? ഞങ്ങളെ നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ കേട്ടോളൂ, അറിയില്ലെങ്കിൽ കേട്ടോളൂ, അറിയില്ലെങ്കിൽ കേട്ടോളൂ. അറിയില്ലെങ്കിൽ കേട്ടോളൂ. സ്വാതന്ത്ര്യത്തിൻ പോരാട്ടത്തിൽ, പോരാട്ടത്തിൽ, സ്വാതന്ത്ര്യത്തിൻ പോരാട്ടത്തിൽ, സ്വാതന്ത്ര്യത്തിൻ പോരാട്ടത്തിൽ, പോരാട്ടത്തിന്റെ നാങ്കണത്തിൽ, പോരാട്ടത്തിന്റെ നാങ്കണത്തിൽ, പോരാട്ടത്തിന്റെ നാങ്കണത്തിൽ പോരാട്ടത്തിന്റെ നാങ്കണത്തിൽ വീരമൃത്യു വരിച്ചവർ ഞങ്ങൾ, വീരമൃത്യു വരിച്ചവർ ഞങ്ങൾ, വീരമൃത്യു വരിച്ചവർ ഞങ്ങൾ, വീരമൃത്യു വരിച്ചവർ ഞങ്ങൾ. അവരുടെ ധീര പിന്മുറക്കാർ, അവരുടെ ധീര പിന്മുറക്കാർ, അവരുടെ ധീര പിന്മുറക്കാർ. അവരുടെ ധീര പിന്മുറക്കാർ. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പറയുന്നു.
യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്. എസ്പി ഓഫീസ് ബഹുമാനരായ ഏറെ ബഹുമാനരായ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന SP ഓഫീസ് മാർച്ചിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നമ്മുടെ ഈ സമരത്തിൽ അതിന്റെ പ്രതിഷേധ പൊതുയോഗം നടക്കുകയാണ്. മുഴുവൻ പ്രവർത്തകരും നമ്മുടെ ഈ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഇവിടെ ഈ സമരം നടത്തുന്നത് ഉത്തരവാദപ്പെട്ട ആളുകളോട് നമുക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടി കൂടിയാണ്. പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകർ നമ്മുടെ ഈ പൊതുയോഗത്തിലേക്ക് എത്തിച്ചേരുക. പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ മുഴുവൻ പ്രവർത്തകരും നമ്മുടെ ഈ പരിപാടി നടക്കുന്ന, ഈ പൊതുയോഗം നടക്കുന്ന സ്ഥലത്തേക്ക് വരേണ്ടതാണ്. കേരളത്തിലെ ക്രിമിനൽ പോലീസ് രാജിനെതിരെ, അതേപോലെ തന്നെ മലപ്പുറം ജില്ലയെ ഒറ്റതിരിഞ്ഞ് ഒരു പ്രത്യേക താല്പര്യത്തോടുകൂടി വിദ്വേഷ പ്രചരണം നടത്തുന്ന ഈ നാട്ടിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇങ്ങനെ കേരളത്തിലെ 14 ജില്ലാ പോലീസ് മേധാവികളുടെ ആ മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് വരാം. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം നമുക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് പറയാൻ, പോലീസ് അധികാരികളോട് നമുക്ക് പറയാനുള്ളത് മുദ്രാവാക്യ രൂപത്തിലല്ല, പ്രസംഗ രൂപത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ പ്രവർത്തകരും ഇങ്ങോട്ട് എത്തിച്ചേരുക.
കേരളത്തിലെ 14 ജില്ലാ ആസ്ഥാനങ്ങളിലേക്കുമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളിവിടെ സംസാരിക്കുമ്പോ, പോലീസിലെ ക്രിമിനലിസത്തിനെതിരെ ഞങ്ങൾ സംസാരിക്കുമ്പോ അതിന്റെ അർത്ഥം കേരളത്തിലെ മുഴുവൻ പോലീസുകാർക്കും എതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസാരിക്കുന്നത് എന്ന് നല്ലവരായ പോലീസുകാരുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പോലീസിലെ ചില ക്രിമിനലുകളുണ്ട്. ആ ക്രിമിനലിസത്തിനെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ പ്രതിഷേധ മാർച്ച് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം 14 ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മുസ്ലിം യൂത്ത് ലീഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരളം ഭരിക്കുന്ന ഇടത് മുന്നണിയിലെ ഒരു പ്രതിനിധി തന്നെ കേരളത്തിലെ പോലീസിലെ ക്രിമിനൽ സ്വഭാവത്തെക്കുറിച്ച് വളരെ കൃത്യമായി പത്രക്കാരുടെ മുമ്പാകെ, ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബ് നമ്മുടെ വേദിയിലേക്ക്, നമ്മുടെ ഈ സമരത്തിലേക്ക് വരികയാണ്. ഇവിടെ കേരളത്തിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പോലീസുകാരുടെ ക്രിമിനൽ ഇടപെടലുകളെ കുറിച്ച് കേരളം ഭരിക്കുന്ന സർക്കാരിലെ ഒരു പ്രതിനിധി തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. സാധാരണഗതിയിൽ പോലീസുകാര് ക്രിമിനലുകളെ പിടിക്കാൻ വേണ്ടിയാണ് പോലീസുകാര് അവരുടെ താവളങ്ങളിലേക്ക് പോകാറുള്ളത്. എന്നാൽ കേരളത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനലുകളുടെ താവളത്തിൽ പോയി ആ ക്രിമിനലിസം പഠിച്ചുകൊണ്ട് അത് അവരുടെ ജോലിയുടെ ഭാഗമാക്കി മാറ്റുകയാണ്. ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞാനൊരു പോലീസുകാരന്റെ ചരിത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പറയുന്നു, നിങ്ങൾക്കറിയുമോ, ഇന്ത്യ രാജ്യത്തെ ടൈംസ് നൗ എന്ന് പറയുന്ന പത്രം മാധ്യമം പ്രസിദ്ധീകരിച്ച ഇന്ത്യ രാജ്യത്തെ 10 ക്രിമിനൽ ജില്ലകളുടെ പേര് പ്രഖ്യാപിച്ചപ്പോ, പട്ടണങ്ങളുടെ പേര് പ്രഖ്യാപിച്ചപ്പോ, 10 സ്ഥാനം ക്രിമിനലിസത്തിന്റെ പേരിൽ ഒരു മാധ്യമം പ്രഖ്യാപിച്ചപ്പോ അവർ വെറുതെ പ്രഖ്യാപിച്ചതല്ല, അവർ പ്രഖ്യാപിച്ചത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ടൈംസ് നൗ പ്രസിദ്ധീകരിച്ച ആ റിപ്പോർട്ടിൽ മലപ്പുറം ജില്ല 9ാം സ്ഥാനത്താണ്. നിങ്ങൾ ആലോചിക്കണം, ഏത് മലപ്പുറം ജില്ല എന്നറിയുമോ? അന്യന്റെ വേദനയെ സ്വന്തം വേദനയാക്കി കൊണ്ട് നടക്കുന്ന ഈ മലപ്പുറത്തെ പച്ചപ്പാപങ്ങളുണ്ടല്ലോ, അവർ താമസിക്കുന്ന ഈ മലപ്പുറം ജില്ലയെ ഒരു കൊലപാതകമില്ലാത്ത, ഒരു വർഗീയ ലഹളയില്ലാത്ത, ഒരു മോശപ്പെട്ട പ്രവർത്തനങ്ങളും ഇല്ലാത്ത ഈ മലപ്പുറം ജില്ലയെ, ഇന്ത്യ രാജ്യത്തെ 9 ക്രിമിനൽ ജില്ലകളെ തരംതിരിച്ചപ്പോ അതിലൊരു ജില്ലയായി മലപ്പുറം മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുജിദാസേ, നിങ്ങൾ ചെയ്തതിന്റെ പാപഫലമാണ് അത്. അതിന്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുജിദാസിന് മലപ്പുറത്തിന്റെ കുരുത്തക്കെട്ടിയതാണ്, ഒരു സംശയം വേണ്ട. താമിർ ജിഫ്രിയുടെ കുടുംബത്തിന്റെ കുരുത്തക്കെട്ടിയതാണ്. മലപ്പുറം ജില്ലയിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന ആളുകളുടെ കുരുത്തക്കെട്ടിയതാണ്. ഞങ്ങളുടെ യൂത്ത് ലീഗുകാരുടെ കുരുത്തക്കെട്ടിയതാണ്, ഒരു സംശയം വേണ്ട. ഞങ്ങൾ ഇതേപോലെ മലപ്പുറത്തെ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾക്കറിയോ, അന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികളുടെ കൂട്ടത്തിൽ ഞാൻ ആ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ ജയിലിൽ പോയി. അതുപോലെ തന്നെ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗം AP ഷരീഫ് ജയിലിൽ പോയി. ഞങ്ങളുടെ MSFന്റെ ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപറമ്പ് ജയിലിൽ പോയി. ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരായ വല്ലാഞ്ചിറ റഷീദും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആനക്കയത്തെ അഖിലാനക്കയം, അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട നവാഷിദ് ഒക്കെ ജയിലിൽ പോയി. നിസ്സാരമായ കാര്യമായിരുന്നു. എന്താ കാര്യം എന്നറിയോ? SP സുജിദാസിന്റെ മുമ്പിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാർ വന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങളിത് ജാമ്യമില്ലാത്ത കേസാക്കരുത് എന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. സുജിദാസേ, നിങ്ങൾ അനുഭവിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗുകാരന്റെ കുരുത്തക്കേട് കൂടിയാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതിനൊരു അറുതി വേണം.
മലപ്പുറം ജില്ലയെ പ്രത്യേക കേന്ദ്രമാക്കി അറ്റാക്ക് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഇത് ഞങ്ങളുടെ പ്രതീകാത്മകമായ സമരമാണ്. ഞങ്ങൾക്കുണ്ട് വികാരം. ആ വികാരം ഞങ്ങൾ ഇന്ന് പ്രകടിപ്പിക്കുന്നില്ല. ഞങ്ങൾ പ്രകടിപ്പിക്കേണ്ട സമയം വരുമ്പോ അത് ആ രൂപത്തിൽ പ്രകടിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. ഈ ജില്ലയെ സ്വർണ്ണക്കടത്തുകാരുടെ കേന്ദ്രമാക്കി പ്രഖ്യാപിക്കുക. പൊരുത്തിറങ്ങിയിട്ടുണ്ട് KT ജലീല്. എന്താ പറഞ്ഞതെന്നറിയോ? KT ജലീൽ പറയാണ് കരിപ്പൂരിൽ ഇറങ്ങുന്ന മുഴുവൻ സ്വർണവും മുസ്ലിങ്ങളാണ് കൊണ്ടുപോകുന്നത് എന്നിട്ട് പറയാണ് പാണക്കാട്ട് തങ്ങള് മതവിധി പ്രഖ്യാപിക്കണമെന്ന്. പാണക്കാട്ട് തങ്ങള് പ്രിയപ്പെട്ട ജലീലെ ഏത് കേസിലാണ് മതവിധി പ്രഖ്യാപിക്കേണ്ടത്? ഏത് സ്വർണ്ണക്കടത്ത് കേസിലാണ് മതവിധി പ്രഖ്യാപിക്കേണ്ടത്? സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്ത് നടത്തിയ KT ജലീൽ എന്ന് പറയുന്ന രാഷ്ട്രീയ ഹിജടയുടെ സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ചാണോ പാണക്കാട്ട് തങ്ങൾ മതവിധി പ്രഖ്യാപിക്കേണ്ടത്? ഞങ്ങൾക്കൊരു കാര്യമാണ് ജലീലിനോട് പറയാനുള്ളത്. AKG സെന്ററിലെ തൂപ്പുകാരൻ പാണക്കാട്ട് തങ്ങള് സ്വർണ്ണക്കടത്ത് കേസിൽ മതവിധി പ്രഖ്യാപിക്കണം എന്ന് പറയാനായിട്ടില്ല. അദ്ദേഹം AKG സെന്ററിലെ കാളിയല്ല. പാണക്കാട്ട് തങ്ങൾ ഈ രാജ്യത്തെ മഹല്ലുകളുടെ കാളിയാണ്. അദ്ദേഹം എവിടെ മതവിധി പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മതസംഘടനയുടെ നേതാക്കന്മാർക്കും അറിയാം എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഇവിടെ ഈ പ്രതിഷേധം കുറ്റാരോപിതരായ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിനെക്കുറിച്ചൊക്കെ ഇവിടെ വിശദമായി ഞങ്ങളുടെ ബഹുമാനനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബ് സൂചിപ്പിക്കും. അതുപോലെ തന്നെ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കാനുള്ള സമരമല്ല. ഇത് തുടർന്നു കൊണ്ടിരിക്കും, ഒരു സംശയവും വേണ്ട. ഇതിന് പ്രതിവിധി കണ്ടിട്ടില്ല എങ്കിൽ ഈ സമരം ഇനിയും മുന്നോട്ട് പോകും എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന അഭിവന്ദനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം സാഹിബിനെ ഈ സമരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രിയപ്പെട്ട TP അഷ്റഫ് അലിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിമാരായിട്ടുള്ള ബഹുമാനനായ അൻവർ മുള്ളമ്പാറ, നൌഷാദ് മണ്ണിശ്ശേരി ബഹുമാനപൂർവ്വം രണ്ട് നേതാക്കന്മാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യൂത്ത് ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി പ്രിയപ്പെട്ട CK ഷാക്കിർ, MSFന്റെ ദേശീയ പ്രസിഡന്റ് പ്രിയപ്പെട്ട PV അഹമ്മദ് സജു, അതുപോലെ തന്നെ MSFന്റെ സംസ്ഥാന അധ്യക്ഷൻ PK നവാസ്, അതുപോലെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ മുഴുവൻ നേതാക്കന്മാരെയും, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികളുണ്ട്, പ്രവർത്തക സമിതി അംഗങ്ങളുണ്ട്, എല്ലാവരെയും നേതാക്കന്മാരെ, പ്രവർത്തകരെ, മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, സമരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമരത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷരീഫ് കുറ്റൂർ അവർ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ബാരിക്കഡിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ നമ്മുടെ യോഗ സ്ഥലത്തേക്ക് വരിക. നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ സമരത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. SP ഓഫീസിലേക്ക് നമ്മളിത് ആദ്യത്തെ മാർച്ചല്ല, ആദ്യത്തെ സമരമല്ല. ഇതേ വിഷയം ഉയർത്തിപ്പിടിച്ച് ഈ ഓഫീസിന്റെ മുന്നിൽ നമ്മൾ വന്നിട്ടുണ്ട്, കലക്ട്രേറ്റിന്റെ മുന്നിൽ നമ്മൾ വന്നിട്ടുണ്ട്. നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ച സംഭവ വികാസങ്ങളൊക്കെ അതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. അൻവർ വാർത്താ സമ്മേളനം നടത്തുന്നതിന്റെ ഒരു കൊല്ലം മുമ്പ് യൂത്ത് ലീഗ് ഇതേ സബ്ജക്റ്റിൽ മലപ്പുറം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ മീഡിയകൾ അത് കേട്ടതാണ്, അവർ സാക്ഷ്യം വഹിച്ചതാണ്. അതിനുശേഷം MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ വിഷയം ഉയർത്തിപ്പിടിച്ചിട്ട് വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോഴിക്കോട് വിളിച്ച വാർത്താ സമ്മേളനം, ഫിറോസ് സാഹിബ് വിളിച്ച വാർത്താ സമ്മേളനം ഇതേ സബ്ജക്റ്റിലായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഈ പോലീസിനെ കുറിച്ചും RSS CPIM ബന്ധത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷം ജയിപ്പിച്ച, 2 തവണ ഇടതുപക്ഷം MLA ആക്കിയ ഒരാൾ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം പിണറായിയെ വിളിച്ചിരുന്നത് വാപ്പ എന്നാണ്, ഇപ്പോൾ അദ്ദേഹം മഞ്ചേരിയിൽ നിന്ന് വിളിക്കുന്നത് ചതിയൻ എന്നാണ്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ തീർത്തു പറയുന്നു, ഈ സമരത്തെ കേവലം മലപ്പുറത്തേക്ക് ഒതുക്കി പുതിയ അജണ്ട ഉണ്ടാക്കാൻ ആരും ശ്രമിക്കണ്ട. ഇത് മലപ്പുറത്തെ ഏതാനും ആളുകളുടെ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ വിഷയം മാത്രമാണെന്ന് ഒതുക്കി തീർത്ത്, വരുത്തി തീർത്ത് പുതിയ അജണ്ടകൾ ആരും ക്രിയേറ്റ് ചെയ്യണ്ട. വിഷയം പിണറായിയും RSSും തമ്മിലുള്ള ബന്ധമാണ്. വിഷയം ഇവിടുത്തെ പോലീസ് നടത്തിയിട്ടുള്ള അതിക്രൂരമായ, അതിനിഷ്ഠൂരമായ, പോലീസ് സേനയ്ക്ക് തന്നെ അപമാനകരമായ പ്രവർത്തികളാണ്. വിഷയം RSSന് വേണ്ടി നിങ്ങൾ പണിയെടുക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നേരെ തിരിച്ചു വച്ചിരിക്കുന്നത്
വെച്ചിരിക്കുന്ന ഈ ജലബീരങ്കി ഇങ്ങോട്ടല്ല തിരിച്ചു വെക്കേണ്ടത്, ഞങ്ങളുടെ നേരെയല്ല ചീറ്റേണ്ടത്, തൊട്ട് പിറകിലേക്ക് തിരിച്ചു വെക്കുക. അവിടെയാണ് SP ഓഫീസ് ഉള്ളത്. അറബിക്കടലിലെ വെള്ളം മുഴുവൻ അതിന്റെ അകത്താക്കിയിട്ട് ചീറ്റിയാലും കഴുകിയാലും തീരാത്ത പാപമാണ് ആ ഓഫീസിന്റെ അകത്തിരുന്ന് നിങ്ങളുടെ സുജിത് ദാസ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ പാവങ്ങളെ ചീറ്റിയിട്ട് കാര്യമില്ല, മാന്യന്മാരായ മനുഷ്യന്മാരെ ചീറ്റിയിട്ട് കാര്യമില്ല, ഞങ്ങളോട് കയർത്തിട്ടും കാര്യമില്ല. എല്ലാ പോലീസുകാരോടും അല്ല പറയുന്നത്. ഈ സമരം തടുത്ത് ബാരിക്കേഡ് വെച്ച് തടുത്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി കൂടിയുള്ളതാണ്. നിങ്ങൾ വൈതെറ്റി വന്നതല്ല പോലീസിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു സംഭവിച്ചതുമല്ല ഈ കാക്കിക്കുപ്പായവും തോളത്തിരിക്കുന്ന നക്ഷത്രവും എന്ന് പറയുന്നത്. പരീക്ഷ എഴുതി നല്ല അധ്വാനിച്ച് പരിശീലനത്തിന് പോയി രാജ്യസഭനത്തിന് ഇറങ്ങിയവരാണ്. നിങ്ങൾക്ക് മുഴുവൻ അപമാനമുണ്ടാക്കിയ 1-2 ആളുകൾക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിന് നിങ്ങൾ ഞങ്ങളുടെയും കൂടെ നിൽക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അപമാനമാണ്. ഇത്രമേൽ പോലീസ് പരിഹസിക്കപ്പെട്ട ഒരു കാലം, ഇത്രമേൽ പോലീസ് ക്രൂരമായി ആക്രമിക്കപ്പെട്ട ഒരു കാലം, ഇത്രമേൽ പോലീസിന്റെ നയങ്ങളെ ആക്രമിക്കപ്പെട്ട കാലം വ്യക്തമായി പത്രങ്ങളും മീഡിയകളും ജനങ്ങളും മുഴുവൻ പോലീസിനെ സംശയിച്ച ഒരു കാലം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതെല്ലാവരും മനസ്സിലാക്കുന്നത്, ബാരിക്കേഡിന്റെ അപ്പുറത്ത് നിൽക്കുന്നവരും ബാരിക്കേഡിന്റെ ഇപ്പുറത്ത് നിൽക്കുന്നവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വിഷയത്തെ ചുരുക്കല്ലേ, വിഷയത്തെ മലപ്പുറത്തേക്ക് കൊണ്ടുവന്ന് കെട്ടല്ലേ. അത് ഏതാനും ഒരു സമുദായത്തിന്റെ വിഷയം മാത്രമാണെന്ന് കരുതല്ലേ, അത് മലപ്പുറം ജില്ലയിൽ എന്തോ സംഭവിച്ചതാണെന്ന് കരുതല്ല. വിഷയം RSS CPIM ബായി ബന്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഞങ്ങൾ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളേക്കും അര മിനിറ്റ് വൈകാതെ പ്രതികരിച്ച് കേരളത്തിന്റെ പോരാട്ട ഭൂമിയിൽ മുസ്ലിം ലീഗിന് നേതൃത്വം കൊടുത്തുള്ള ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം സാഹിബ് ഈ സമരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ പ്രിയപ്പെട്ട സുഹൃത്ത് ഷെരീഫ് കുറ്റൂർ, സമരത്തിൽ സജീവമായ പങ്കാളിത്തം വഹിക്കുന്ന ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളായ അൻവർ മുള്ളമ്പാറ, നൗഷാദ് മണ്ണിശ്ശേരി, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ്, ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി TP അഷ്റഫ് അലി, ദേശീയ സെക്രട്ടറി പ്രിയപ്പെട്ട സക്കീർ, MSFൻ്റെ ദേശീയ അധ്യക്ഷൻ അഹമ്മദ് സാജു, സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, മറ്റ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, കുറച്ച് ദിവസങ്ങളായി ഈ മലപ്പുറത്തിൻ്റെ പേരിൽ അനാവശ്യമായ വിവാദങ്ങൾ കത്തിപ്പടരുകയാണ്. ഈ മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംഘപരിവാർ നേതൃത്വം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ളൊരു ജില്ലയാക്കി അവതരിപ്പിക്കാൻ കൊടിയ ശ്രമം ആരംഭിച്ചു. ആ ഗൂഢാലോചനയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പങ്കാളിയായി. ഉദ്യോഗസ്ഥന്മാർക്ക് അതിനനുസൃതമായ നിർദ്ദേശങ്ങൾ നൽകി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് സഹായകമായ വിധത്തിൽ RSSൻ്റെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മലപ്പുറത്തിൻ്റെ ചുമതല നൽകി അവതരിപ്പിച്ചു. അദ്ദേഹം ഇവിടെ വന്ന് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റി. 12,000-ഉം 13,000-ഉം കേസുണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ ഒരു സുപ്രഭാതത്തിൽ 40,000-ആയി ഉയർത്താൻ അദ്ദേഹത്തിന് അധികം പ്രവർത്തിക്കേണ്ടി വന്നിട്ടില്ല. 6 പേർ കൂടി ഒരു പ്രകടനം നടത്തിയാൽ അത് 6 കേസാക്കി FIR ഇട്ട് കേസിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ പെറ്റി കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അതൊക്കെ FIR രജിസ്റ്റർ ചെയ്തു. അങ്ങനെ മലപ്പുറം ഇവിടെ പറഞ്ഞ പോലെ ടൈംസ് നൗ പത്രം സെൻസസ് അവർക്ക് കിട്ടിയ ക്രൈം റെക്കോർഡ്സ് മുഖേന കിട്ടിയ
വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റുള്ള 10 പ്രദേശങ്ങളെ അടയാളപ്പെടുത്തി. അതിൽ 9ാമത്തെ സ്ഥാനം ഈ മലപ്പുറം ജില്ലയ്ക്കാണ്. ഇത് ഇന്ത്യയിൽ ഒന്നാകെ വിറ്റഴിക്കപ്പെടണം, ലോകത്തിന് മുമ്പിൽ ഇത് ചിത്രീകരിക്കപ്പെടണം. മലപ്പുറം ജില്ല മുസ്ലിങ്ങൾ ഒരു ചെറിയ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ ഈ ജില്ല എല്ലാ കുറ്റകൃത്യങ്ങളുടെയും ആസ്ഥാനമാണ് എന്ന് വരുത്തി തീർക്കണം. അത് അജണ്ട സംഘപരിവാർ നിശ്ചയിച്ചതാണെങ്കിലും അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പാണ്. ആ ആഭ്യന്തര വകുപ്പിനെ ഭരിക്കുന്നത് റെക്കോർഡുകളിൽ ശ്രീ പിണറായി വിജയനാണ്. പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്വവും ചുമതലയും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അമിത്ഷായാണ് എന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നത് അമിത്ഷായാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അമിത്ഷായും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളുകളും എഴുതി കൊടുക്കുന്ന പ്രസ്താവനകളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരുന്നത്. ഡൽഹിയിലെ പത്രസമ്മേളനത്തിന്റെ ചിത്രം നമുക്ക് വ്യക്തമായി അറിഞ്ഞതാണ്. മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് ഹിന്ദു ഇംഗ്ലീഷ് പത്രത്തിനാണ് ഇന്റർവ്യൂ കൊടുത്തത്. ആ ഇന്റർവ്യൂവിലാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞത് വളരെ ബോധപൂർവം തന്നെയാണ്. അമിത്ഷായും നരേന്ദ്രമോദിയും ഈ പത്രവാർത്ത കാണണം. അതിന് മലയാളത്തിൽ പറഞ്ഞാൽ വരൂല. ദേശാഭിമാനിയിൽ വന്നാൽ അമിത്ഷാ കാണൂല, നരേന്ദ്രമോദിയും അറിയില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും അറിയണം മുഖ്യമന്ത്രി അവരുടെ ഭാഷയിൽ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന്. അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം റിലയൻസിന് പങ്കുള്ള കെയ്സൺ എന്ന PR ഏജൻസി, അതിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടി കൊടുത്ത വാർത്തയാണ് അടിച്ചു വന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റി, അദ്ദേഹത്തിന്റെ ലക്ഷ്യം നിറവേറ്റി. കാരണം 35 മണിക്കൂർ ആ വാർത്ത പത്രത്തിലും മീഡിയകളിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും നിറഞ്ഞു നിന്നു. അമിത്ഷാ കണ്ടു, നരേന്ദ്രമോദി കണ്ടു, അത്യാവശ്യം സംഘപരിവാറിന്റെ നേതാക്കന്മാരൊക്കെ കണ്ടു. മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിച്ചു, ശ്ലാഘിച്ചു. അത് കഴിഞ്ഞ് പിൻവലിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർത്തിയായി. അതിന്റെ പേരിൽ ഇവിടെ വന്നപ്പോൾ അത് പിൻവലിപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചില്ലേ, കത്ത് കൊടുത്തില്ലേ? എപ്പോഴാ? കാണേണ്ടവരൊക്കെ കണ്ടിട്ട്, ലോകം മുഴുവൻ അത് പ്രചരിപ്പിച്ചിട്ട്, മലപ്പുറം ജില്ല ക്രിമിനൽസിന്റെ ജില്ലയാണ് എന്ന പ്രചാരണം നടത്തിയിട്ട് 150 കോടി രൂപയുടെ സ്വർണ്ണ കള്ളക്കടത്ത് മലപ്പുറം ജില്ലയിൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ RSSും CPIയും തമ്മിൽ നല്ല പരസ്യമായ ബന്ധമുണ്ട്. അന്തർധാരയല്ല, വ്യക്തമായ പരസ്യമായ ബന്ധമാണ്. ഞങ്ങളത് പറഞ്ഞു മാസങ്ങൾക്ക് മുമ്പ്. യൂത്ത് ലീഗ് പറഞ്ഞു. യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഫിറോസ് കോഴിക്കോട്ട് വെച്ച് പത്രക്കാരോട് പറഞ്ഞു. MSFന്റെ പ്രസിഡന്റ് ഈ മലപ്പുറത്ത് സുജിത് ദാസിന്റെ കൺമുമ്പിൽ വന്ന് പത്രക്കാരോട് പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞില്ലേ? അന്ന് ഒരു പ്രതിപക്ഷം ഭരണകക്ഷിയെ കുറ്റം പറയും, പോലീസ് വകുപ്പിനെ എതിർക്കും എന്ന നിലയിൽ ആരും അത് ഗൗരവമായി എടുത്തില്ല. ഇപ്പോ ഭരണകക്ഷിയിലെ ഒരു MLA, ഇതുവരെ ഭരണകക്ഷിയോടൊപ്പം നിന്ന ഒരു MLA അക്കാര്യം പറഞ്ഞപ്പോ അതിന് വ്യാപകമായ പ്രചാരം കിട്ടി. ഞങ്ങൾ ഈ കാര്യം അസംബ്ലിയിൽ പറഞ്ഞപ്പോ അസംബ്ലിയിൽ അൻവർ ഉണ്ടായിരുന്നു. അൻവർ കേട്ട പാവം നടിക്കാതെ പിറകിലിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ MLA-മാരുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഇടതുപക്ഷ മുന്നണിയിലെ MLA-മാർ ശ്രമിച്ചപ്പോ അൻവർ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോ അൻവറിന് ബോധോദയം വന്നു. നന്നായി, അത്രത്തോളം നല്ലത്. അങ്ങനെ ഈ കാര്യം നേരത്തെ എടുത്തിട്ടത് മുസ്ലിം ലീഗാണ്, UDF ആണ്. ഇപ്പോഴും പറയുന്നു UDF-ന് ഈ കാര്യത്തിൽ ശ്രദ്ധയില്ല, നെക്സസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സസ് ഉണ്ടായത് കൊണ്ടാണോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്തഫ അബ്ദുൽ ലത്തീഫും സഹപ്രവർത്തകരും ജയിലിൽ പോയി കിടന്നത്? ഈ ഇഷ്യൂയിലാണ് അവർ ജയിലിൽ പോയി കിടന്നത്. എത്രമാത്രം ഇഷ്യൂകൾ ഇവിടെ ഉണ്ടാക്കി, എത്രമാത്രം ഒരു ക്രിമിനൽസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ പോലീസ് നേതൃത്വം ചെയ്തത്. ഇത് ക്രിമിനൽസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പോലീസ് ചെയ്യാണ്. താമർ ജിഫ്രിയുടെ കൊലപാതകം എത്ര ദാരുണമായിരുന്നു അത്. ആ കൊലപാതകം നടത്തുക മാത്രമല്ല, കൊലപാതകം നടത്തിയത് ഇല്ലാതാക്കാൻ എന്തൊക്കെ തെളിവ് നശിപ്പിക്കൽ ചെയ്തു. ആ പ്രദേശങ്ങളിലൊക്കെയുള്ള CCTV-കൾ പരിശോധനക്കാണ് എന്ന് പറഞ്ഞ് പോലീസ് എടുത്തുകൊണ്ടുപോയി. അതുപോലെ തന്നെ താനൂരിലെ SIയെ
ഇതിന്റെ പേരിൽ ഡാൻസ് സംഘത്തിന്റെ പേരിൽ നിന്ന് കുറ്റകൃത്യം ഒഴിഞ്ഞു മാറാൻ വേണ്ടി താന്തൂരിലെ ഗ്രേഡ് എസിയെ ഉത്തരവാദം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം പരസ്യമായി പത്രക്കാരോട് പറഞ്ഞു, ഞാനല്ല ചെയ്തത്, ഇവരാണ്. വ്യക്തമായി പത്രക്കാരോട് പ്രതിഷേധം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു SI എന്തിനാ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്? സത്യസന്ധമായി നീതിപൂർവമായി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ടായി. RSSനുസരിച്ച് അമിത്ഷായും പിണറായി വിജയനും ഒരുമിച്ച് പറയുന്നത് അനുസരിച്ച് ജോലി ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും രക്ഷയില്ലാത്ത ഒരു ജില്ലയായി മലപ്പുറം മാറി. താമർ ജുഫറിയുടെ കൊലപാതക കേസ് ഒഴിവാക്കാൻ ഫോറൻസിക് ഉദ്യോഗസ്ഥനെ, ഫോറൻസിക് സർജനെ SP വിളിച്ച് റിപ്പോർട്ട് മാറ്റി എഴുതാൻ ആവശ്യപ്പെട്ടതായി ആ ഫോറൻസിക് സർജന്റെ പ്രസ്താവനയില്ലേ? ഇതേ SP തന്നെയാണ് അൻവറിനെ വിളിച്ച് കാല് പിടിച്ച് കരയുന്നതും. എന്ത് നെറികേട് ചെയ്യാനും തയ്യാറായി നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു മലപ്പുറത്ത് നിയോഗിച്ചത്. എന്തിനു വേണ്ടി? മലപ്പുറത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണ ലോകമാസകലം സൃഷ്ടിക്കാൻ. ഈ മലപ്പുറം എന്ത് തെറ്റാ ചെയ്തത്? ഇതുപോലുള്ളൊരു ജില്ല കേരളത്തിലോ ഇന്ത്യയിലോ കാണിക്കാൻ പറ്റുമോ? ഇത്രമാത്രം സമാധാനത്തോടു കൂടി പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഈ ജില്ലയെ ഇത്രത്തോളം തരം താഴ്ത്താൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ മനസ്സിനകത്തുള്ള വർഗീയ ചിന്ത മാത്രമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ആ വർഗീയ ചിന്തയോടൊപ്പം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ നിർത്തുന്നത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസുമാണ് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു. ഇപ്പോ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളുകൾ പറയുന്നു. കൂടെ കിടന്നവനിൽ അപ്പനി അറിയാം. അദ്ദേഹം നന്നായി കാര്യങ്ങൾ പഠിച്ച് പറയുന്നുണ്ട്. ഇപ്പോ ഞങ്ങൾക്ക് പ്രതിപക്ഷത്തു നിന്ന് അറിയാത്ത കാര്യങ്ങൾ, അകത്തുള്ള കാര്യങ്ങൾ അദ്ദേഹം പുറത്തേക്ക് പറയുന്നു. മറുപടിയില്ല. അദ്ദേഹം ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മകളും ആഭ്യന്തര വകുപ്പിന്റെ നിഷ്കൃഷ്ടമായ പ്രവർത്തനങ്ങളും പുറത്തു കൊണ്ടുവന്നപ്പോ അദ്ദേഹത്തെയും വർഗീയവാദിയാക്കി. ഈ കാർഡാണ് ഇറക്കുന്നത്. പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാറില്ല. PR വർക്കിനെ കുറിച്ച് ചോദിച്ചാൽ മറുപടി ഇല്ല. അപ്പൊ പറയും അൻവർ വർഗീയവാദിയാണ്. അതുപോലെ തന്നെ ADGPയെ സംരക്ഷിച്ചത് നമുക്കറിയാലോ. ADGP RSS നേതാക്കളെ കണ്ട കാര്യം എത്ര ആളുകളെ എത്ര തവണ കണ്ടു എന്നാണ് പുറത്തു വരുന്നത്. എന്റെ അഭിപ്രായത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പോലും ഇത്രയധികം തവണ RSS നേതാക്കളെ കണ്ടിട്ടുണ്ടാവില്ല. ഈ ഉദ്യോഗസ്ഥന് ശമ്പളം കൊടുക്കുന്നത് അതിനു വേണ്ടിയാണോ? എത്രമാത്രം നേതാക്കന്മാരെ കണ്ടു. അവസാനം പുറത്തു വന്നത് ഉരുൾപൊട്ടലിൽ വയനാട് വേദന കൊണ്ടപ്പോ, നമ്മളൊക്കെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോ, അവിടുത്തെ ജനങ്ങളുടെ കണ്ണീര് കണ്ട് വീർപ്പുമുട്ടി നടന്നപ്പോ അവർക്ക് എങ്ങനെയൊക്കെ സഹായം ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുമ്പോൾ അജിത് കുമാറും വത്സൻ തില്ലങ്കേരിയും തമ്മിൽ ഇവിടെ നിന്ന് എങ്ങനെ വർഗീയ മുതലെടുപ്പ് നടത്താം എന്നതിനെ കുറിച്ച് 4 മണിക്കൂറാണ് അത്രേ മുണ്ടക്കയിൽ വെച്ച് ചൂരൽമലയിൽ വെച്ച് ചർച്ച നടത്തിയത്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അജിത് കുമാറിനെ ഇപ്പോ സ്ഥാനം മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അജിത് കുമാറിനെ മാറ്റണമെന്ന് പ്രതിപക്ഷം മാത്രമല്ല പറഞ്ഞത്, അൻവർ മാത്രമല്ല പറഞ്ഞത്. LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകകക്ഷി CPI പറഞ്ഞു മാറ്റണം, NCP പറഞ്ഞു, RJD പറഞ്ഞു, JDS പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട 4 പാർട്ടികൾ ആവശ്യപ്പെട്ടു. എന്താ ചെയ്തത്? നീട്ടിക്കൊണ്ടുപോയി. അന്വേഷണത്തിന് കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കാത്തു നിന്നു. അവസാനം വന്ന റിപ്പോർട്ടിൽ DGP അതിശക്തമായി രേഖപ്പെടുത്തി ഇയാൾ ഉത്തരവാദിയാണ്. ഇയാൾ കാണാൻ പോയതിന് ന്യായീകരണമില്ല. പലരും ചോദിച്ചു എന്താ കണ്ടൂടെ? കാണാം, പക്ഷെ എന്തിനാണ് കണ്ടത് എന്ന് പറയണ്ടേ? ചിലർ പറയുന്നു DGPയുടെ ഒഴിവ് വരാൻ പോവുകയാണ്, അതിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് 3 പേരുടെ ലിസ്റ്റ് അയക്കും, ആ ലിസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്താനാണ് കണ്ടത് എന്ന് ചിലർ പറയുന്നു. വേറെ ചിലർ പറയുന്നു തെരഞ്ഞെടുപ്പ് അഡ്ജസ്റ്റ്മെന്റിൽ പിണറായി വിജയന് സഹായകമായി ജയിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ കാണണം. വേറെ ചിലർ പറയുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയുള്ള നിരവധി കേസുകളും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയുള്ള കേസുകളുമൊക്കെ അന്വേഷണം പാതി വഴിയിൽ അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ കാണും. മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരനും കൂട്ടിപ്പോയിട്ടാണ് കണ്ടത്. എന്തിനാണ്? അതിന്റെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മഞ്ചേശ്വരത്തെ
കോഴ കേസ് നിരുപാധികം വിട്ടയച്ചത്, കെ സുരേന്ദ്രൻ പ്രതിയായ കേസ്, CPM കാരൻ കൊടുത്ത കേസ് നിരുപാധികം കോടതി വിട്ടുവച്ചു. എന്താ വിട്ടയക്കാൻ കാരണം? പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരാ പ്രോസിക്യൂഷൻ? ആഭ്യന്തര വകുപ്പ്. ആരാ ആഭ്യന്തര വകുപ്പ്? പിണറായി വിജയൻ. അതിനു മുമ്പും കാസർഗോട്ടുണ്ടായി റിയാസ് മൗലവി വധക്കേസ്. വളരെ പ്രകടമായി എല്ലാവർക്കും പച്ചയായി അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ പള്ളിയിൽ പോയി രാത്രി 2 മണിക്ക് വെട്ടി കൊലപ്പെടുത്തുകയാണ്. ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല, ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല. പ്രതികളെ പിടിച്ച് മുന്നോട്ട് പോയി. ആ കേസ് പ്രതികളെ 2 പേരെയും പ്രതികളെ വിട്ടയച്ചു. എന്താ കാരണം? പ്രോസിക്യൂഷൻ കേസ് തെളിയിക്കാൻ കഴിയുന്നില്ല. ചാലക്കുടിയിലെ കോയൽപ്പണ കേസ് അതും എവിടെ എത്തിയിട്ടില്ല. അപ്പോ കേരള പോലീസ് RSSകാർക്കും BJPക്കാർക്കും എതിരെ എടുക്കുന്ന കേസുകൾ സ്വാഭാവികമായി വിട്ടയക്കപ്പെടുകയാണ്, തെളിയിക്കപ്പെടാതെ പോവുകയാണ്. അത് തെളിയിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു ശ്രദ്ധയും ഉണ്ടാകുന്നില്ല. അതുപോലെ മറുഭാഗത്ത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്, ലൈഫ് മിഷൻ കേസ്, അതുപോലുള്ള നിരവധി അഴിമതി കേസുകൾ. അവസാനം മാസപ്പടി കേസ് വന്നു. SFIO എന്നൊരു പ്രസ്ഥാനം കേരളത്തിൽ വന്നു. വലിയ ഒച്ചപ്പാടും മാധ്യമങ്ങളൊക്കെ അതിന്റെ പിറകിൽ കൂടി. എന്താ അതിന്റെ അവസ്ഥ ഇപ്പോ? ഈ കേസുകളൊക്കെ എവിടെ പോയി? അപ്പോ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയുള്ള കേസുകൾ അപ്പുറത്തില്ലാതാകുന്നു, RSSനും BJPക്കും എതിരായ കേസുകൾ ഇപ്പുറത്തും ഇല്ലാതാകുന്നു. അഡ്ജസ്റ്റ്മെന്റുകളാണ്. ഇത് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിലും ഏറ്റവും ഗൗരവമായത് CPIക്ക് ചൂടാകാൻ കാരണം തൃശ്ശൂരിൽ അവരുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയതാണ്. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പ്രബല കക്ഷിയായ CPIയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ. എന്തിനാ പരാജയപ്പെടുത്തുന്നത്? അവിടെ BJPയെ ജയിപ്പിച്ചു കൊടുക്കണം. BJPക്ക് കേരളത്തിൽ നിന്നൊരു MP ഉണ്ടായിക്കഴിഞ്ഞാൽ പിണറായിക്കും കുടുംബത്തിനും എതിരെയുള്ള കേസുകളൊക്കെ ഇല്ലാതാകും എന്നൊരു വാഗ്ദാനം ആരൊക്കെയോ കൊടുത്തിട്ടുണ്ട് അത്രേ. ആ വാഗ്ദാനത്തിന് ഉൾപ്പെട്ട, ആ വാഗ്ദാനം ശരിക്കറിയുന്ന, ആ വാഗ്ദാനത്തിന് പോയി സംഭാഷണം നടത്തി തിരിച്ചു വന്ന അജിത് കുമാറിനെ തന്നെ ഏൽപ്പിച്ചു സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം. ഒരു കാലത്തും ഉണ്ടാകാത്ത വിധം തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ കേരളീയർ പൊതുവെ ആഘോഷിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, വമ്പിച്ച ജനാവലി പങ്കെടുക്കുന്ന ഒരു ആഘോഷം, ഒരു ഉത്സവമാണ് കേരളത്തിന്റെ. മതപരമായി അതിന് ആവേശമുള്ള മറ്റു കാര്യങ്ങൾ ഹൈന്ദവ സമുദായത്തിന്റെ മതപരമായ ആഘോഷം കൂടിയാണ്. ഒരു കാലത്തും അത് തകർക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല, അതിൽ ഇടപെടാനും ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ട് അതിൽ തകർക്കുകയാണ്, അതിന്റെ ശോഭ കെടുത്തുകയാണ്, കലക്കുകയാണ് പൂരം ചെയ്തത്. അവിടേക്ക് BJPയുടെ സ്ഥാനാർത്ഥിയെ ആംബുലൻസിൽ കൊണ്ടുവന്ന് ആ പൂരം കലക്കിയതിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനും CPMനും ഇടതുപക്ഷ മുന്നണിയുടെയും തലയിൽ വെച്ച് കൊടുത്തുകൊണ്ട് ആ വോട്ട് നേടി സുരേഷ് ഗോപി ജയിക്കുകയാണ്. സ്വന്തം മുന്നണിയിലെ ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി BJPക്കാരനെ MP ആക്കാൻ ശ്രമിച്ച ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് ഓർമ്മ വേണം. സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പാർട്ടിയെയും മുന്നണിയെയും ഒറ്റുകൊടുക്കാൻ തയ്യാറുള്ള നേതൃത്വമാണ് CPMനുള്ളത് എന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണ CPM പ്രവർത്തകർ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട്. വരാൻ പോകുന്ന യോഗങ്ങളിൽ ലോക്കൽ ബ്രാഞ്ച് മുതൽ അഖിലേന്ത്യ വരെ നടക്കുന്ന, പാർട്ടി കോൺഗ്രസ് വരെ നടക്കുന്ന സമ്മേളനങ്ങളിൽ അത് പ്രതിഫലിച്ചു വരുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ഏതായിരുന്നാലും ഈ മലപ്പുറം ജില്ലയെ ഇതുപോലെ ലോകത്തിന് മുമ്പിൽ വഷളാക്കി അവതരിപ്പിച്ച് രാഷ്ട്രീയമായ, വർഗീയമായ മുതലെടുപ്പ് നടത്തുന്ന ശ്രമം, അതിന് RSSും CPMും കൂടി നടത്തുന്ന കൂട്ടുകച്ചവടം, അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അതില്ലാതെ മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും വിശ്രമമില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് കേട്ട പോലെ പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ലോകം മുഴുവൻ കണ്ടതിനു ശേഷം നിഷേധമെങ്കിലും പുറപ്പെടുവിച്ചു. ആ നിഷേധം പുറപ്പെടുവിച്ചിട്ട് പോലും പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനില്ല, ഞാൻ ഇടതുമില്ല വലതുമില്ല എന്ന് പ്രഖ്യാപിച്ച ഒരാൾ ഇന്നലെ മലപ്പുറം ജില്ലക്കെതിരെ വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും അദ്ദേഹം മതത്തെ കൂട്ടിക്കെട്ടും. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് കള്ളക്കടത്ത് ഇല്ലാതാക്കണമെങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഫത്വ ഉണ്ടായാൽ മതി. അപ്പോ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്.
ഈ കള്ളക്കടത്ത് നടത്തുന്നവരെല്ലാം മുസ്ലിങ്ങളാണ് എന്നതാണ്. 99% കള്ളക്കടത്ത് പ്രതികൾ മുസ്ലിങ്ങളാണ് എന്നാണ് ശ്രീ ജലീൽ പറഞ്ഞത്. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ കണക്ക് കിട്ടിയത്? കരിപ്പൂരിലെ മാത്രം കണക്കാണോ? തിരുവനന്തപുരത്ത് കള്ളക്കടത്തുണ്ടായി. 5 കൊല്ലത്തിനിടയ്ക്ക് കരിപ്പൂരിൽ നിന്ന് 150 കോടി രൂപയുടെ കള്ളക്കടത്താണ് നടന്നത് എന്നാ പറയുന്നത്. പക്ഷെ ഒരു വർഷത്തിനകം 138 കോടി രൂപയുടെ കള്ളക്കടത്ത് തിരുവനന്തപുരം എയർപോർട്ടിലൂടെ വന്നിട്ടുണ്ട്. അതിൽ പ്രതിയാക്കപ്പെട്ടത് ശ്രീ ശിവശങ്കർ ആയിരുന്നു. അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണോ? ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഫത്വ ഇറക്കിയാൽ ശിവശങ്കർ അത് സ്വീകരിക്കുമോ? അതിൽ രണ്ടാമത്തെ പ്രതി സ്വപ്ന സുരേഷ് ആയിരുന്നു. സ്വപ്ന സുരേഷ് മലപ്പുറം ജില്ലക്കാരി അല്ലല്ലോ. അവരുടെ ജലവും അവരുടെ സ്ഥലവും പ്രദേശവും അഡ്രസ്സും മേൽവിലാസവും ഭൂമിശാസ്ത്രവും ഒക്കെ നന്നായി അറിയുന്ന ആളാണ് ജലീൽ. അദ്ദേഹത്തിന് പറയട്ടെ, അവര് കേരളത്തിലെ മലപ്പുറം ജില്ലക്കാരിയാണോ? തങ്ങളുടെ ഫത്വ കൊണ്ട് അത് നിൽക്കുമോ? നമുക്കറിയാം, കുരുവില്ലാത്ത ഈത്തപ്പഴം കേരളത്തിലേക്ക് ഇറങ്ങിയത് എവിടെ നിന്നാണ്? ആയത്തുകളില്ലാത്ത ഖുർആൻ ഇറങ്ങിയത് എവിടെ നിന്നാണ്? അതൊക്കെ തങ്ങളുടെ മതവും കൊണ്ട് നിർത്താൻ പറ്റുമോ? കുറെ കാലമായി ഇതിനെ മതവുമായി അദ്ദേഹം തട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇടയ്ക്ക് ഒരു പ്രസ്താവന ഇറക്കി, സ്വർഗത്തിലേക്ക് ആര് പോകണം, നരകത്തിലേക്ക് ആര് പോകും എന്ന് അദ്ദേഹം തീരുമാനിക്കാം. അതൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആരൊക്കെ സ്വർഗത്തിലേക്ക് ആരൊക്കെ നരകത്തിലേക്ക്. അതുകൊണ്ട് ഇനി ഖുർആൻ നിർത്തിവെച്ച് ജലീലിന്റെ പുസ്തകം വായിച്ച് എങ്ങനെ സ്വർഗത്തിൽ പോകണം എന്ന് പഠിക്കാൻ മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ തയ്യാറാവും എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ. ആ കാര്യത്തിലേക്ക് കൂടുതലൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ജില്ലയെ, ഒരു സമുദായത്തെ ഇത്രയും തീഷ്ണമായി ആക്രമിക്കാൻ എന്ത് തെറ്റായി സമുദായം ചെയ്തത്? രാജ്യത്തിന്റെ മതനിരപേക്ഷതക്ക് ആളും അർത്ഥവും നൽകി അതിനെ പരിപോഷിപ്പിച്ചതാണോ തെറ്റ്? മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഉപരി മനുഷ്യനെ മനുഷ്യനായി കണ്ട് സേവനം നടത്തുന്നതും സഹായിക്കുന്നതുമാണ് മുസ്ലിം ലീഗ് ചെയ്ത തെറ്റ്. അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകളുമായി വരുന്ന ആളുകൾ ഈ ജില്ലയെ മൊത്തം അപമാനിക്കുന്നു. കുറച്ചാളുകളെങ്കിലും അത് അവരുടെയൊക്കെ കൂടെ ഇല്ലേ? അവരിൽ മുസ്ലിങ്ങളില്ലേ? അവരെയൊക്കെയല്ലേ ഈ അപമാനിക്കുന്നത്? കേരളത്തിലെ തിരുവനന്തപുരവും കൊച്ചിയും കരിപ്പൂരും കണ്ണൂരുമുള്ള 4 എയർപോർട്ടുകളിൽ നിന്ന് ഇക്കാലം അത്രയും പിടിച്ച കള്ളക്കടത്ത് സ്വർണത്തിലെ പ്രതികൾ ആരൊക്കെയാണ് എന്ന് പേര് വിവരം പുറത്തുവിടാൻ ജലീലിനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. സമുദായം തിരിച്ച കണക്ക് ഞങ്ങൾ ചോദിക്കുന്നില്ല, ഞങ്ങളത് പറയുന്നുമില്ല. പക്ഷെ ആ ലിസ്റ്റ് ഒന്ന് പുറത്തുവിട്ടാൽ ഇവരുടെ ദുഷ്ടലാക്ക് പുറത്തു വരും. ആ ദുഷ്ടലാക്ക് സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കൂടുതൽ കടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഏതായിരുന്നാലും പ്രിയപ്പെട്ട എൻ്റെ യുവ സുഹൃത്തുക്കൾ നടത്തുന്ന മുസ്ലിം ലീഗ് പാർട്ടിയുടെ കരുത്തും ഓജസ്സുമായ യൂത്ത് ലീഗ് പ്രവർത്തകർ കേരളത്തിലെ 13 ജില്ലകളിലും കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് മറ്റൊരു പരിപാടി, ഇവരുടെ മറ്റൊരു കെടുകാര്യസ്ഥതക്ക് ഉദാഹരണമാണ് കൊടിഞ്ഞി ഫൈസലിന്റെ കേസ്. അദ്ദേഹം മരണപ്പെട്ട അന്വേഷണം അവിടെ മുതൽ തന്നെ അട്ടിമറിക്കാൻ തുടങ്ങിയില്ലേ? RSSകാരൻ കൊന്നതാ. ആ കൊലപാതകത്തിലെ മുഖ്യപ്രതി തിരൂർ യാസറിനെ കൊന്ന കേസിലെ മുഖ്യപ്രതിയായ നാരായണനായിരുന്നു. ആ നാരായണനെ പിടികൂടാനോ അയാളുടെ ഓഫീസ്, ഇതിന് ഗൂഢാലോചന നടത്തിയ തിരൂരിലെ ഓഫീസ് സെർച്ച് ചെയ്യാനോ പോലീസ് തയ്യാറായില്ല. ആ അവഗണന ഇപ്പോഴും തുടരുകയാണ്. അന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ, അന്നത്തെ തിരുവനങ്ങാടി MLA അബ്ദുറബിന്റെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ പിക്കറ്റ് ചെയ്തു. ആ അന്വേഷണ സംഘത്തെ 3 മാസത്തിനകം ക്രൈം റിപ്പോർട്ട് എന്നതിന് പറയാം, 3 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് പ്രതികൾക്ക് ജാമ്യം കിട്ടും. 3 മാസം കൊണ്ട് കുറ്റപത്രം കൊടുത്തില്ല, പ്രതികളെ മുഴുവൻ പിടിച്ചില്ല, അന്വേഷണം പൂർത്തിയാക്കിയില്ല, പ്രതികൾ ജയിലിൽ നിന്ന് ഇറങ്ങി സുന്ദരമായി നടക്കുകയാണ് യാതൊരു കുഴപ്പമില്ലാതെ. അതിനെതിരെ അന്ന് ഞങ്ങൾ സമരം ചെയ്തു, നാഷണൽ ലീഗ് ഉപരോധിച്ചു. അവിടെ നിന്ന് അന്വേഷണ സംഘത്തെ മാറ്റിച്ചിട്ട് മുസ്ലിം ലീഗിന്റെ കുട്ടികൾ അന്ന് കക്കാട് നാഷണൽ ഹൈവേയിൽ നിന്ന് തിരിച്ചു പോയിട്ടുള്ളൂ. ആ സമരം തുടരാൻ ഞങ്ങൾക്ക് കഴിയാഞ്ഞിട്ടല്ല, ഞങ്ങൾ നോക്കുക മാത്രമാണ്. ഇപ്പോഴും ആ കേസ് കോടതിയിൽ വന്നു. 20 തവണയാണ് കേസ് മാറ്റിവെച്ചത്. കോടതിക്ക് ഒഴിവില്ലാഞ്ഞിട്ടല്ല, ഗവൺമെന്റ് പ്രോസിക്യൂട്ടറെ നിയമിച്ചു കൊടുക്കാത്തത് കൊണ്ട്. എന്താ പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തത്? ഒരു കൊലപാതകം നടന്നാൽ വാദിക്ക് വേണ്ടി പ്രോസിക്യൂട്ടറെ നിയമിച്ചു കൊടുക്കാൻ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്.
ആ കുടുംബം പറഞ്ഞ പ്രോസിക്യൂട്ടറെ നിയമിക്കണം. കേരള ഗവൺമെന്റ് നിയമിച്ചില്ല. ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞു അഡ്വക്കേറ്റ് കുമാരൻകുട്ടിയെ നിയമിക്കണം. ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും കേരള ഗവൺമെന്റ് പ്രോസിക്യൂട്ടറെ ഇപ്പോഴും നിയമിച്ചു കൊടുത്തിട്ടില്ല. അതിനെതിരായിരുന്നു ചെമ്മാട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തിയ സമരം. ഇപ്പോഴും നിയമിച്ചിട്ടില്ല. എന്തുകൊണ്ടായി സംഭവിച്ചത്? ഒറ്റ ഉദാഹരണത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കാം. ആലപ്പുഴയിൽ 2 കൊലപാതകങ്ങൾ നടന്നു. 2 സംഘടനകൾ തമ്മിൽ കൊലപാതകം നടക്കുന്നതിനെ ലീഗ് അംഗീകരിക്കുന്നില്ല. നമ്മൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. SDPI-യുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്, RSS-ഉമായും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. പക്ഷെ ഒരു RSS-കാരൻ അയാളുടെ അഭിപ്രായത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അയാളെ കൊല്ലണം എന്ന് മുസ്ലിം ലീഗ് പറയില്ല. ആശയത്തെ ആശയം കൊണ്ടാണ് എതിർക്കേണ്ടത്. SDPI-കാരനെ കൊന്നാൽ SDPI ഇല്ലാതാകും എന്ന് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നില്ല. ആ ആശയം തെറ്റാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. പക്ഷെ ആലപ്പുഴയിൽ ആദ്യത്തെ ദിവസം ഒരു SDPI-കാരനെ കൊന്നു. അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ അതിന് പ്രതികാരം എന്ന് പോലീസ് തന്നെ പറയുന്ന ഒരു കുറ്റകൃത്യം ഒരു RSS നേതാവിനെയും കൊലപ്പെടുത്തി. 2 കേസുകളും അന്വേഷണം മുന്നോട്ട് പോയി. RSS-കാരനെ കൊന്ന കേസിലെ പ്രതികളെ വളരെ പെട്ടെന്ന് പിടിച്ചു. 15 പ്രതികൾ 3 മാസത്തിനകം ചാർജ് ഷീറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. അതുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ല. പിടിച്ച അന്ന് മുതൽ വിധി പറയുന്ന അന്ന് വരെ ആ പ്രതികൾ, RSS-കാരനെ കൊന്ന പ്രതികൾ ജയിലില്ല. ഒരാളെ കൊന്നതിന് 15 പേരെ ജീവപര്യന്തം തടവിൽ ശിക്ഷിച്ചു കോടതി. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പോലീസ് അത്രമാത്രം നന്നായി വർക്ക് ചെയ്തു, അന്വേഷണം നടത്തി, പ്രതികളെ കണ്ടെത്തി. പരമാവധി ശിക്ഷ ജീവപര്യന്തം 15 പേർക്ക് വാങ്ങിക്കൊടുത്തു. അതിൽ കുറ്റകൃത്യം പത്രത്തിൽ വായിച്ചവരുണ്ട്, TV-യിൽ കണ്ടവരുണ്ട്, അറിഞ്ഞു കേട്ടവരൊക്കെ ഉണ്ട്. 15 പേരെയും ജീവപര്യന്തം ശിക്ഷിച്ചു. അതോ അതിലെ പ്രതികളെ എന്താക്കി? ഇതുവരെ അന്വേഷണം പൂർത്തിയായിട്ടില്ല. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. പ്രതികളൊക്കെ പുറത്തു നടക്കുകയാണ്. വിചാരണ തുടങ്ങിയിട്ടില്ല. പ്രതികൾ സുഖസുന്ദരമായി പുറത്തു നടക്കുന്നു. 3 മാസം കൊണ്ട് ചാർജ് ഷീറ്റ് കൊടുക്കാത്തതുകൊണ്ട്. ഞങ്ങൾ SDPI-യുടെ കൂടെയല്ല, ഞങ്ങൾ RSS-ന്റെ കൂടെയുമല്ല. രണ്ടിനെയും അതിശക്തമായി ഞങ്ങൾ എതിർക്കുന്നു. അവരുടെ നിലപാടുകൾ രാജ്യത്തിന്റെ സമാധാനത്തിനും ജനങ്ങളുടെ പരസ്പര സ്നേഹത്തിനും എതിരാണ് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇതിലെ വിവേചനം, ശിക്ഷ നടപ്പാക്കുന്നതിലെ വിവേചനം, നീതി നടപ്പാക്കുന്നതിലെ വിവേചനം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അമിത് ഷായുടെ 2ാം പതിപ്പാണ് ശ്രീ പിണറായി വിജയൻ എന്ന് ഉറക്കെ പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. ആ നിലപാട് മാറ്റുന്നില്ലെങ്കിൽ വരാൻ പോകുന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പുണ്ട്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ട്, വയനാട് ഉപതെരഞ്ഞെടുപ്പുണ്ട്. ഞാൻ പറയുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ കേഡർമാർ പോലും UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ പാർട്ടി പശ്ചിമ ബംഗാളിലെ പോലെ, ത്രിപുരയിലെ പോലെ ഇല്ലാതാകുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്ന് കേരളീയർക്ക് ഉറപ്പാണ്. ഏതായിരുന്നാലും നീതിക്ക് വേണ്ടിയുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ ജില്ലക്കും ഈ പ്രദേശത്തിനും ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. സമാധാനത്തിന് വേണ്ടിയുള്ളതാണ്. രാജ്യത്ത് നീതി നിർവഹിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം സഹകരിച്ച മുഴുവൻ എൻ്റെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ധർണ ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മളോട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി TP അഷ്റഫ് അലി സാഹിബ് സംസാരിക്കും. പ്രിയമുള്ള നേതാക്കളെ, ഈ സമരത്തിൽ സംബന്ധിക്കുന്ന നല്ലവരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, വളരെ വിശദമായി ഇവിടെ കാര്യങ്ങൾ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഈ ജില്ലയെക്കുറിച്ച് അപഖ്യാതി ഉണ്ടാക്കി നിലവിലുള്ള രാഷ്ട്രീയ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ധരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അജിത് കുമാറിനെ എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്ന് ഇന്നലെ 9 മണി വരെ ഈ നാട് ചോദിച്ചതാണ്. നിങ്ങൾക്ക് ഇന്ന് നിയമസഭയ്ക്കുള്ളിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ അതിന് ഒരുമ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ വന്ന ട്രോള് 10A ക്ലാസ്സിൽ നിന്ന് അജിത് കുമാറിനെ 10C ക്ലാസ്സിലേക്ക് മാറ്റി എന്നാണ്. അജിത് കുമാർ എവിടെ ഇരുന്നാലും എത്രമാത്രം ശക്തനാണ് എന്നുള്ളതിന് നിരവധിയായിട്ടുള്ള തെളിവുകളുണ്ട്. നേരത്തെ PM സലാം സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ DGP-ആയി
അജിത് കുമാറിനെ അവരോധിക്കാനുള്ള പിണറായി വിജയന്റെ തന്ത്രങ്ങളാണ് പാളിപ്പോയത്. RSS കേരളത്തിൽ അധികാരത്തിലില്ലെങ്കിലും, ഒരു സ്റ്റേറ്റിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് വന്ന് അധികാരത്തിലെത്തിയില്ലെങ്കിലും എങ്ങനെ ഒരു സ്റ്റേറ്റ് ഭരിക്കാമെന്നുള്ളതിന്റെ RSSന്റെ ഒരു ഉദാഹരണമുണ്ടെങ്കിൽ അത് കേരളമായി മാറിയിരിക്കുകയാണ്. ആ വിധത്തിൽ ആഭ്യന്തര വകുപ്പിനെ പൂർണ്ണമായും സംഘിവൽക്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞങ്ങൾ അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്ത് ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളൊരു നിയതമായ ഭരണഘടനയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ ഇന്നലെ പെയ്ത മഴയ്ക്ക് തഴച്ചു വളർന്നവരല്ല. ഞങ്ങളത് നാളത്തെ ഒരു വെയിലിന് ഞങ്ങൾ തളർന്നു പോവുകയുമില്ല. ഞങ്ങൾ ഈ ചോദ്യവുമായി തെരുവിലുണ്ടാകും. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ ഇതിനൊക്കെ എതിരെ അതിശക്തമായ നടപടി എടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഉണ്ടാകും. സുജിത് ദാസ് കേരളത്തിൽ മലപ്പുറം ജില്ലയുടെ SP ആയിരുന്ന 3.5 വർഷക്കാലത്തെ സുജിത് ദാസിന്റെ കാലയളവിനെ കുറിച്ച്, ഇവിടുത്തെ ഡാൻസ് ഓഫ് സംഘത്തിന്റെ ക്രൂരമായ പ്രവർത്തനങ്ങളെ കുറിച്ച്, റിദാൻ ബാസിലിന്റെ മരണത്തെ കുറിച്ച്, സാമിർ ജിഫ്രിയുടെ കൊലപാതകത്തെ കുറിച്ച്, ഇവിടെ പാവപ്പെട്ട നിരവധിയായ ആളുകളെ സ്വർണം പൊട്ടിച്ചും അല്ലാതെയും നിങ്ങൾ ഇവിടെ എന്തെല്ലാം കള്ളക്കേസിലും എന്തെല്ലാം ജയിലിലും എന്തെല്ലാം മർദ്ദനത്തിലും MDMA കൊടുത്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റിലുമാക്കിയിട്ടുണ്ടോ, അത് മുഴുവനും അന്വേഷിച്ച് സുജിത് ദാസിനെ ഈ സേനയിൽ നിന്നും എടുത്തെറിയുന്നത് വരെ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ ആർക്കും സംശയം വേണ്ട. നിങ്ങൾക്ക് ധരിക്കുന്നുണ്ടാകും ഇത് UDF അധികാരത്തിൽ വരുന്നതിന് വേണ്ടി വരെയുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ സമരമാണ് എന്ന്. ഞങ്ങളുടെ യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം ആ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലാണ് തുടങ്ങുക എന്ന് ഞങ്ങൾക്കെതിരെ ഈ കള്ളക്കേസ് ഉണ്ടാക്കുന്ന പോലീസുകാർ സൂക്ഷിച്ചിരുന്നോളൂ. ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോ എങ്ങനെയാണ് ഇതിന് നടപടിയെടുക്കുക എന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഇത് പോലീസിന്റെ മുന്നിൽ എഴുതിയ നിങ്ങളുടെ നെയിം ബോർഡ് വായിച്ച് കാസർഗോഡേക്ക് സ്ഥലം മാറ്റും എന്ന് പറയുന്നത് പോലെയുള്ള പറച്ചിലുകളല്ല. അങ്ങനത്തെ പഴയകാല രാഷ്ട്രീയക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഞങ്ങൾ പറയുന്നു, ഈ ജില്ലയെ നിങ്ങൾ അപമാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഈ ജില്ലയിൽ നിങ്ങൾ കേസുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജില്ലയിൽ ഡാൻസ് ഓഫ് സംഘം അടിഞ്ഞാടിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും കുന്നിക്ക് പിടിച്ച് ഈ സേനയിൽ നിന്ന് പുറത്താക്കിയിട്ടല്ലാതെ ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കുകയില്ല. ഞങ്ങൾക്ക് ഇനിയും സമരം ചെയ്യാൻ അറിയാം. ഞങ്ങൾ ഈ കാലത്ത് പെട്ടെന്നുണ്ടാക്കിയ സമര സംഘടനയല്ല. 1980 സമരത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ തുടങ്ങി വളരെ സജീവമായി സമരങ്ങൾ തുടങ്ങുകയും ആ സമരം വിജയിപ്പിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ളവരാണ്. ആ പാരമ്പര്യമുള്ള മുസ്ലിം യൂത്ത് ലീഗാണ് പറയുന്നത് ഞങ്ങൾ നടപടിയെടുത്തിരിക്കും, ഒരു സംശയം വേണ്ട. പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയതിനു ശേഷം അത് ഓൺലൈനിൽ നിന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു മാന്യത ദ ഹിന്ദു പത്രം കാണിച്ചു. പ്രിന്റ് മീഡിയയിൽ വന്നത് ഇപ്പോഴും അവിടെയുണ്ട്. പിണറായി വിജയൻ അതിൽ നടത്തുന്ന നടപടി എന്താണ്? അദ്ദേഹം ചിരിച്ചു തള്ളുന്നു, എന്ന് ചിരിച്ചു തള്ളുകയാണ്. എന്തു പറഞ്ഞാലും അതേ മറുപടിയുള്ളൂ. നിങ്ങൾ കൈസൺ എന്ന് പറയുന്ന ആ PR ഏജൻസി മുഖ്യമന്ത്രിയുടെ വാർത്തയിൽ ഇല്ലാത്തത് തിരികെ കയറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈസനെതിരെ നടപടിയെടുത്തോ? ആ ചോദ്യത്തിന് മറുപടിയില്ല. മുഖ്യമന്ത്രി ഏതെങ്കിലും വിഷയത്തിൽ ആ കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് പോയിട്ടുണ്ടോ? ഒരു അന്വേഷണത്തിലേക്ക് പോയിട്ടുണ്ടോ? മറുപടിയില്ല. ഈ വിഷയങ്ങളൊക്കെ വെച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് നൽകിയെന്ന പരാതി DGPയുടെ ഓഫീസിലുണ്ട്. നിങ്ങൾ അതിലെന്ത് നടപടിയെടുത്തു? ഒന്നിലും നിങ്ങൾ നടപടിയെടുക്കുന്നില്ല. നിങ്ങൾ ചിരിച്ചു തള്ളുകയാണ്. ഈ നാട് അതിന് നിങ്ങളോട് മറുപടി പറയും, ഒരു സംശയം വേണ്ട. പിണറായി വിജയൻ മലപ്പുറത്തേക്ക് വരട്ടെ. പിണറായി വിജയൻ മലപ്പുറത്ത് വന്ന് വോട്ട് ചോദിക്കട്ടെ. ഈ നാട്ടിലെ ജനങ്ങൾ അതിന് മറുപടി പറയും. അങ്ങനെ ഒന്നിനും മറുപടി പറയാതെ മലപ്പുറം മൗനമായിരിക്കുമെന്ന് ആരും ധരിക്കേണ്ടതില്ല. മുസ്ലിം ലീഗിന് മേധാവിത്വമുള്ള ഒരു ജില്ലയിൽ ഞങ്ങൾ ഇവിടുത്തെ പോലീസുകാരോട് അപമര്യാദയായി പെരുമാറാറുണ്ടോ? കണ്ണൂരിലെ CPMകാർ, തലശ്ശേരിയിലെ ഏരിയ സെക്രട്ടറി, കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി അവിടുത്തെ CPMകാരോട് പറയുന്നത് പോലെ ഞങ്ങൾ പറയാറുണ്ടോ? ഞങ്ങൾക്ക് മാന്യമായി സംസാരിക്കാൻ അറിയാം. ഞങ്ങൾക്ക് മാന്യമായി നിങ്ങളുമായി ഡയലോഗ് അറിയാം എന്ന് കരുതി മുസ്ലിം ലീഗ് ഒരു പഞ്ചപാവം സംഘടനയാണ്. അവരോട് എന്തും ചെയ്യാം, അവരുള്ള ഈ ജില്ലയെ എങ്ങനെയും ഇട്ടുരുട്ടാം എന്ന വ്യാമോഹമാണെങ്കിൽ സുജിത് ദാസിനോടും അജിത് കുമാറിനോടും അവരുടെ ശിങ്കിടികളോടും ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ കുന്നിക്ക് പിടിച്ച് മുഴുവനും ഞങ്ങൾ തിരുത്തിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ യുവജന സംഘടന പറയുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് ലീഗ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ഭാരവാഹികളായ നൗഷാദ് മണ്ണിശ്ശേരിയും ഉസ്മാൻ താമരത്തും, യൂത്ത് ലീഗിന്റെ ദേശീയ പ്രസിഡന്റ് സാജും, അൻവർ മുള്ളമ്പാറ, അതുപോലെ തന്നെ MSF പ്രസിഡന്റ് എല്ലാവരും നമ്മളോടൊപ്പമുണ്ട്. യൂത്ത് ലീഗിന്റെ ദേശീയ സെക്രട്ടറി സാക്കിറുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ സമരം ഇവിടെ അവസാനിക്കുകയല്ല. നാളെ
തിരുവനന്തപുരത്ത് നിയമസഭയിലേക്ക് UDYFന്റെ മാർച്ച് നടക്കുകയാണ്. വീണ്ടും സമരങ്ങൾ വരികയാണ്. അതുകൊണ്ട് താൽക്കാലികമായല്ല, നാളത്തെ UDYFന്റെ തിരുവനന്തപുരത്ത് നടക്കുന്ന നിയമസഭാ മാർച്ചിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഉജ്ജ്വലമായ ഈ മാർച്ച് വിജയിപ്പിച്ച നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന് നന്ദി പറയുന്നതിന് വേണ്ടി യൂത്ത് ലീഗിന്റെ ജില്ലാ ട്രഷററെ ക്ഷണിക്കുന്നു. ബഹുമാന്യമുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇനി സംസാരിക്കുന്നില്ല. നമ്മളുടെ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഈ സമരം നടത്തുന്നത് നമ്മളുടെ ഈ ബാരിക്കേഡിന് പിറകിൽ നിൽക്കുന്ന പോലീസുകാരുടെ ആത്മാഭിമാനത്തിന് കൂടി വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ പോലീസുകാരുടെ മനസ്സ് നമ്മളൊപ്പാണ്. ഈ സുജിത് ദാസ് ഈ മലപ്പുറത്തെ SP ആയിരിക്കുമ്പോൾ പീഡനം അനുഭവിച്ച, അവര് സ്ഥലം മാറ്റിയ, അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യുന്നതിന് വിഘാതം നിന്ന പ്രയാസമുണ്ടാക്കിയ ഒരുപാട് പോലീസുകാർ ഇവിടെ ഉണ്ട്. ഞാൻ അറിഞ്ഞത് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ മലപ്പുറത്തെ പോലീസിന്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ വലിയ ആഘോഷമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരം നടത്തിയത് നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഈ സമരം നടത്തുന്നത് നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. രണ്ടാമത്തത് നിങ്ങൾ കണ്ടോളൂ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ LDFന്റെ കൂടെ കൊടി കെട്ടാവുന്ന RSSന്റെ രീതിയിലേക്ക് അവരുള്ള ബന്ധം മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LDFന്റെ പ്രചരണ വണ്ടിക്കൊപ്പം RSSന്റെ കൊടി കൂടി നിങ്ങൾ കൂട്ടിക്കെട്ടണം എന്നുള്ളതാണ്. ഈ സമരം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സമരത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരെയും ഇത് ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് PMA സലാം സാഹിബ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. സ്നേഹമാം സൗന്ദര്യം നീ മൂളും സംഗീതം സീനത്ത് സീനത്ത്. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത്. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.